പടം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഞങ്ങൾ ആഗ്രഹിച്ചത് ഇത് ഈ സിനിമ പോലീസുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് സബ് ഇൻസ്പെക്ടേഴ്സും അല്ലാത്ത പോലീസ് ഫോഴ്സിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫാണത്, ഞങ്ങളുടെ ലൈഫ്, ഞങ്ങൾ എന്തൊക്കെയാണ് ഒരു ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ പ്രഷറിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ശ്രദ്ധിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ വളരെ പോസിറ്റീവായിട്ട് കാണിച്ചു. അല്ലെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരോട് നമുക്ക് റെസ്പെക്ട് തോന്നും. ഒരു ഇവരുടെ ലൈഫ് ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് പോർട്രേ ചെയ്യാൻ സാധിച്ചു. ഏതെങ്കിലും ഒരു പോലീസുകാരൻ നേരിട്ട് വന്ന് നെവിനോട് പറഞ്ഞു അളിയാ നന്നായിന്ന്? നേരിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ മെസ്സേജസും കോൾസും വരുന്നത്. ഇതിനു വേണ്ടി ഇത്തിരി ഒന്ന് ബൾക്കി ആവണമായിരുന്നു. പിന്നെ അത് ബൾക്കി കുറച്ച് കൂടുതലായി പോയി, ഇനി ഒന്ന് കുറയ്ക്കണം. ഞങ്ങൾ ഏകദേശം ഒരു 6 മാസത്തോളം ഈ സിനിമയുടെ കൂടെ പിന്നാലുണ്ടായിരുന്നു. കഴിഞ്ഞ മെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫെബ്രുവരി വരെ എൻ്റെ ഒരു കംപ്ലീറ്റ് പീരീഡ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു മോർ ദാൻ ഐ തിങ്ക് 120 ഡേയ്സോളം ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അപ്പം സമയമെടുത്ത് ചെയ്തൊരു സിനിമയാണ്. ഇതിന് ഭയങ്കര ഡീറ്റെയിലിംഗ് ആവശ്യമുള്ളതായിരുന്നു. അതിൻ്റെ ആ സിനിമ കാണുമ്പോൾ അതിനകത്ത് ഓരോ കേസും കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഇത് കറക്റ്റ് റിയലിസ്റ്റിക് ആയിട്ട് ഇവരിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടാണ്. അതേ മൂഡിൽ തന്നെ കംപ്ലീറ്റ് സീൻ പോകണം, സിനിമാറ്റിക് ആവരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സമയത്താണ് ഓരോ സീക്വൻസും ഷൂട്ട് ചെയ്തത്. ഹായ്, ഞാൻ നിവിൻ പോളി. ഈ വരുന്ന ഞായറാഴ്ച ശാലിനിയുടെ കൂടെ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ ഞാനുണ്ടാവും. ആക്ഷൻ ഹീറോ ബിജു റിലീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സബ് ഇൻസ്പെക്ടറുടെ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലൈഫ് പറയുന്ന സിനിമയാണ്. നമ്മൾ ഇതേവരെ കാണാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇതേവരെ ഒരു യഥാർത്ഥമായിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിക്കുക, ഒരു സബ് ഇൻസ്പെക്ടർ ലൈഫിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് കൃത്യമായി പോർട്രേ ചെയ്യുന്നൊരു സിനിമയാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക.